മഹാഭാരത യുദ്ധത്തിന് കുരുക്ഷേത്രം യുദ്ധകളമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മഹാഭാരതത്തിലെ തീർത്ഥയാത്രാ പർവ്വത്തിൽ സത്യയുഗത്തിൽ എല്ലാ തീർത്ഥങ്ങളും പവിത്രമായിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ത്രേതായുഗത്തിൽ പുഷ്കർ മാത്രമാണ് പരമമായ പവിത്രത പുലർത്തിയിരുന്നത്. ദ്വാപരയുഗത്തിൽ കുരുക്ഷേത്രം ഏറ്റവും പുണ്യസ്ഥലമായി മാറി. കലിയുഗത്തിൽ ഗംഗ അവസാനത്തെ പുണ്യസ്ഥലമാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ കുരുക്ഷേത്രത്തെ പ്രത്യേകമാക്കിയത് എന്താണ്? മഹാനായ കുരുരാജാവ് ഇവിടെ സ്ഥിരതാമസമാക്കി സനാതനധർമ്മത്തിൻ്റെ 8 ധർമ്മങ്ങളും അനുഷ്ഠിച്ച് ഈ ഭൂമിയെ നീതിയുടെ മേഖലയാക്കി മാറ്റിയതായി പിന്നീട് വാമന പുരാണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കുരു രാജാവിൽ സന്തുഷ്ടനായ വിഷ്ണു ഈ പ്രദേശത്തെ സ്വർഗത്തിൻ്റെ കവാടമാക്കാൻ അനുഗ്രഹിച്ചു. ഇവിടെ മരിക്കുന്ന ഏതൊരാളും സ്വർഗത്തിലേക്ക് കടക്കുന്നത് പവിത്രമായ ഭൂമിയുടെ പേരിലാണ്. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. സനാതനധർമ്മത്തിൻ്റെ 8 ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ?